ഒരു കയ്യബദ്ധവും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും ലക്ഷങ്ങളുടെ ജീവൻ രക്ഷിച്ച കഥ നിങ്ങൾക്കറിയുമോ? പറഞ്ഞു വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിൽ സൈനികരുടെ ജീവൻ രക്ഷിച്ച ആന്റിബയോട്ടിക്കിനെ പറ്റിയാണ്. കഥ നടക്കുന്നത് അങ്ങ് ലണ്ടനിലാണ്. വീക്കെൻഡ് വെക്കേഷന് ശേഷം ലാബിൽ തിരിച്ചെത്തിയ ഫ്ലെമിംഗ് കണ്ടത് തുറന്നു വെച്ചിരിക്കുന്ന പെട്രി ഡിഷിൽ നീലയും പച്ചയും നിറഞ്ഞ പൂപ്പൽ വളർന്നിരിക്കുന്നതാണ്. പക്ഷേ പുള്ളി ശ്രദ്ധിച്ച കാര്യം ഈ പൂപ്പലിന് ചുറ്റും ബാക്ടീരിയ കോളനീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ്. ബാക്ടീരിയ കൊല്ലാൻ മാത്രം പവറുള്ള എന്തോ ഒരു കെമിക്കൽ ഈ പൂപ്പലിനകത്തുണ്ടെന്ന് അദ്ദേഹം ഹൈപ്പോത്തിസിസ് ചെയ്തു. ആ പൂപ്പലായിരുന്നു സാക്ഷാൽ പെൻസിലിയം നൊട്ടേറ്റം. അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത പെൻസിലിനാണ് ഈ ബാക്ടീരിയകളുടെ അന്തകനായത്. ഹ്യൂമൻ ബാക്ടീരിയൽ വാറിൽ മനുഷ്യന്മാർക്ക് മേൽക്കോയ്മ നേടിക്കൊടുത്ത ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു ആന്റിബയോട്ടിക്സിന്റെ കണ്ടുപിടുത്തം. ആഴമേറിയ മുറിവുകളും മറ്റും ഇൻഫെക്ഷൻ കൂടാതെ ട്രീറ്റ് ചെയ്യാൻ ആന്റിബയോട്ടിക്സിന്റെ കണ്ടുപിടുത്തം ഡോക്ടേഴ്സിനെ നന്നായി സഹായിച്ചു. കൂടാതെ സൈനികർക്കിടയിൽ ന്യൂമോണിയ, കോളറ തുടങ്ങിയ അസുഖങ്ങൾ വരുന്നതും തടഞ്ഞു. ഈ മരുന്നുകൾ വളരെ പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് പേഷ്യൻസിന്റെ യൂറിൻ ശേഖരിച്ചു വെക്കുകയും പിന്നീട് അതിൽ നിന്നും പെൻസിലിൻ എക്സ്ട്രാക്ട് ചെയ്ത് റീയൂസ് ചെയ്യുകയും ചെയ്തു. 90 വർഷങ്ങൾക്കിപ്പുറവും ബാക്ടീരിയ ഹ്യൂമൻ വാർ നടന്നുകൊണ്ടേയിരിക്കുന്നു. We have new hurdles. എന്നിരുന്നാലും ആന്റിബയോട്ടിക്സിന്റെ പ്രവർത്തനങ്ങളെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോളജ് ഇന്ന് നമുക്കുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. ബാക്ടീരിയൽ സെൽസിനെ നമുക്കൊരു ഫാക്ടറി ആയിട്ട് കൺസിഡർ ചെയ്യാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മെഷീനറീസ് ഉള്ള ഒരു ഫാക്ടറി. ആ മെഷീനറിയാണ് ബാക്ടീരിയയെ സർവൈവ് ചെയ്യാനും റെപ്ലിക്കേറ്റ് ചെയ്യാനും സഹായിക്കുന്നത്. അതുപോലെ 3 രീതിയിലാണ് നമ്മുടെ ആന്റിബയോട്ടിക് ബാക്ടീരിയ നശിപ്പിക്കുന്നത്. ഒന്ന്, സർവൈവ് ചെയ്യാൻ സഹായിക്കുന്ന മെഷീനറിയെ തകർക്കുക എന്നതാണ്. മറ്റൊരു വഴി ബാക്ടീരിയയുടെ റെപ്ലിക്കേഷൻ മെഷീനറിക്ക് തടയിടലാണ്. അവസാനത്തെ വഴി ഇതിന്റെ ഫ്രെയിം വർക്ക് തകർക്കുക എന്നതാണ്. ഈ കാറ്റഗറിയിലാണ് പെൻസിലിൻ എന്ന ആന്റിബയോട്ടിക് പെടുന്നത്. ഒരു ബാക്ടീരിയൽ സെല്ലിന്റെ ആപ്പീസ് കൂട്ടിക്കാമെങ്കിൽ അത് നമ്മളുടെ സെല്ലിനെയും എഫക്ട് ചെയ്യേണ്ടതല്ലേ? അവിടെയാണ് ബാക്ടീരിയൽ സെല്ലുകളും ആനിമൽ സെല്ലുകളും തമ്മിലുള്ള വ്യത്യാസം. പെൻസിലിന്റെ ആക്ഷൻ എങ്ങനെയാണെന്ന് അറിയുന്നതിന് മുന്നേ ബാക്ടീരിയയുടെ സെൽവാളിനെ പറ്റി ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കാം. ബാക്ടീരിയയുടെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പെപ്റ്റിഡോഗ്ലൈക്കൻസ് കൊണ്ടാണ്. പെപ്റ്റിഡോ എന്നാൽ പ്രോട്ടീൻ, ഗ്ലൈക്കൻ എന്നാൽ ഷുഗേഴ്സ്. 2 ഡിഫറെന്റ് ഷുഗർ മോളിക്യൂൾസും അതിലൊന്നിനനുബന്ധമായി 5 അമിനോ ആസിഡ്സും ചേർന്നതാണ് ഒരു പെപ്റ്റിഡോഗ്ലൈക്കൻ യൂണിറ്റ്. ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് ഒരു ബേസിക് യൂണിറ്റ് ആണ്. മുകളിലെ സ്ക്വയർ ബ്ലോക്ക് ഷുഗർ യൂണിറ്റും അതിൽ കണക്ട് ചെയ്തിട്ടുള്ള ഫൈബർ ആണ് അമിനോ ആസിഡ് ചെയിൻ. ഈ ബേസിക് യൂണിറ്റുകൾ തമ്മിൽ ചേർന്നാണ് ഒരു വലിയ ബാക്ടീരിയൽ സെൽ വാൾ ഉണ്ടാവുന്നത്. ഷുഗേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ലോങ് തിക്ക് ഫൈബർ ഫോം ചെയ്യുന്നു. ഈ വലിയ ഫൈബേഴ്സിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അമിനോ ആസിഡ് ചെയിനുകൾ മുഖേനയാണ്. 2 ബേസിക് യൂണിറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അമിനോ ആസിഡ് ചെയിനുകളെ ബന്ധിപ്പിക്കുന്നത് ഒരു എൻസൈം മുഖേനയാണ്. ആ എൻസൈമിനെ നമുക്കൊരു സ്റ്റാപ്ലറായി കൺസിഡർ ചെയ്യാം. അമിനോ ആസിഡ് ചെയിനിന്റെ ഒരു എൻഡും മറ്റൊരു അമിനോ ആസിഡ് ചെയിനിന്റെ മറ്റൊരു എൻഡും തമ്മിൽ ബന്ധിപ്പിച്ചാൽ നമുക്കൊരു ലാഡർ ടൈപ്പ് സ്ട്രക്ചർ ലഭ്യമാകും. എന്നാൽ ഇങ്ങനെയല്ല പെപ്റ്റിഡോഗ്ലൈക്കൻസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഒരു ചെയിനിന്റെ 3ാമത്തെ അമിനോ ആസിഡും അതിന് താഴെയുള്ള ചെയിനിന്റെ അവസാനത്തെ അമിനോ ആസിഡും തമ്മിലാണ് സ്റ്റാപ്പിൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ബേസിക് യൂണിറ്റും ഇതേ പ്രോസസ് തന്നെ തുടരുന്നു. എന്നാൽ അത് കണക്ട് ചെയ്യുന്നത് അതിന്റെ അവസാനത്തെ കണ്ണി അതിന്റെ മുകളിലുള്ള അമിനോ ആസിഡ് ചെയിനിന്റെ 3ാമത്തെ കണ്ണിയും തമ്മിലാണ്. ഇങ്ങനെ ഒരു മെഷ് ആകൃതിയിൽ ലേയേഴ്സ് ഫോം ചെയ്യുന്നു. ലാഡർ ഫാഷനിലാണ് ബൈൻഡ് ചെയ്തിരുന്നതെങ്കിൽ ഒരു ചെയിനുമായി തന്നെ കണക്ട് ചെയ്യാമായിരുന്നു. എന്നാൽ ഇവിടെ ഒരു ചെയിൻ 2 ചെയിനുകളുമായി ഇന്റർലിങ്ക്ഡ് ആണ്. ഇത് ഫൈബേഴ്സ് തമ്മിലുള്ള ബൈൻഡിങ്ങിനെ കൂടുതൽ സ്ട്രോങ് ആക്കി നിലനിർത്തുന്നു. സെൽ ഗ്രോത്ത് നടക്കുമ്പോൾ ചിലപ്പോൾ ഈ ബോണ്ടുകൾ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഈ സ്റ്റാപ്ലർ വന്ന് കേടായ പാർട്സുകൾ വീണ്ടും റിപ്പയർ ചെയ്ത് സെൽ വാളിനെ കെട്ടുറപ്പോടെ കാത്തു സൂക്ഷിക്കുന്നു. പെൻസിലിനെ അറ്റാക്ക് ചെയ്യുന്നത് ഇത്തരം സ്റ്റാപ്ലെയർ എൻസൈമുകളെയാണ്. ഈ സ്റ്റാപ്ലെയർ എൻസൈമിന്റെ വളരെ സ്പെസിഫിക് ആയ എൻസൈം ആക്റ്റീവ് സൈറ്റിനെയാണ് പെൻസിലിൻ തന്റെ സ്ട്രക്ചറൽ മിമിക്രി കൊണ്ട് കബളിപ്പിക്കുന്നത്. എൻസൈം ആക്റ്റീവ് സൈറ്റിലെത്തിയ പെൻസിലിൻ അവിടെയുള്ള കോമ്പണൻസുമായി പെർമനന്റ് ബൈൻഡിങ്ങിൽ ഏർപ്പെടുന്നു. അങ്ങനെ സ്റ്റാപ്ലെയർ എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റ് എന്നേക്കുമായി ബ്ലോക്ക് ചെയ്ത് നശിപ്പിക്കുന്നു. ഇത് സെൽവാൾ റിപ്പയറിനെ തടസ്സപ്പെടുത്തുകയും സെൽവാളിൽ ഹോൾസ് ജനറേറ്റ് ചെയ്യുന്നതിനും കാരണമാകും. ഹോൾസ് വീണ സെൽവാളിന് ഗ്രോയിങ് സെൽ എക്സൈറ്റ് ചെയ്യുന്ന പ്രഷറിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ സെൽ എക്സ്പ്ലോഡ് ചെയ്ത് മരണമടയുന്നു. ആനിമൽ സെൽസ് വളരെ തിൻ ആൻഡ് ഫ്ലെക്സിബിൾ ആയ ഒരു മെംബ്രെയിൻ കൊണ്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. അതേസമയം ബാക്ടീരിയൽ സെൽസ് വളരെ തിക്കും റിജിഡുമായ സെൽവാൾ കൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. പെൻസിലിന് സെൽവാളിനെ മാത്രമേ അറ്റാക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സെൽ മെംബ്രെയിനും ആനിമൽ സെല്ലിനും ഒരു കേടുപാടും തന്നെ സംഭവിക്കുകയില്ല. As we know, ബാക്ടീരിയകൾക്കെതിരെ മനുഷ്യൻ നേടിയ മേൽക്കൈ തന്നെയാണ് ആന്റിബയോട്ടിക്സിന്റെ കണ്ടുപിടുത്തം. എന്നാൽ കഥ ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല. നമ്മൾ 1950s പെൻസിലിൻ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. എന്തിനും
പെൻസിലിൻ എന്ന പുതിയ ലോകത്തിലേക്ക് മാനവലോകം കടന്നപ്പോൾ അവർ പോലും അറിയാതെ ബാക്ടീരിയകൾ പെൻസിലിനെതിരെയുള്ള റെവല്യൂഷൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 1960s ആയപ്പോഴേക്കും പെൻസിലിനെയും അതിലും സ്ട്രോങ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്കുകളെയും ചെറുക്കാൻ പോകുന്ന ബാക്ടീരിയൽ സ്ട്രെയിൻസിനെ കണ്ടെത്തി. പക്ഷെ എങ്ങനെ അസെക്ഷൽ റീപ്രൊഡക്ഷനോട് മാത്രം റെപ്ലിക്കേറ്റ് ചെയ്യുന്ന ബാക്ടീരിയകൾക്ക് എങ്ങനെയാണ് ഇത്ര വേഗം ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നേടാൻ കഴിഞ്ഞത്? അത് മനസ്സിലാക്കണമെങ്കിൽ ബാക്ടീരിയകൾക്കുള്ളിലുള്ള എക്സ്ട്രാ DNAസിനെ പറ്റി അറിയണം. കണ്ടാൽ ഉഴുന്നോട പോലെ ഇരിക്കുന്ന സർക്കുലർ DNA ആണ് പ്ലാസ്മിഡ്സ്. മെയിൻ ജനറ്റിക് മെറ്റീരിയലുമായി ഒരു ബന്ധവുമില്ലാതെ തന്നെ സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള പ്ലാസ്മിഡ്സിന് ഒന്നിലധികമോ ജീൻസ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്ലാസ്മിഡുകൾ ക്യാരി ചെയ്യുന്ന ജീനുകളെല്ലാം തന്നെ ബോണസ് ജീനുകളാണ്. തന്റെ ഇരകളെ വേഗത്തിൽ പിടിക്കാനും സഹായിക്കുന്ന എക്സ്ട്രാ ഫീച്ചേഴ്സ് അടങ്ങിയ ജീനുകളാണ് മിക്കതും. തങ്ങൾ കഴിക്കുന്ന മറ്റു മൈക്രോ ഓർഗാനിസങ്ങളിൽ നിന്നും വൈറസുകളിൽ നിന്നുമുള്ള ജീനുകൾ പ്ലാസ്മിഡിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്താണ് ബാക്ടീരിയകൾ അതിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുന്നത്. കൂടാതെ ചെറിയ ജനറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻസിനുള്ള സാധ്യതയും വളരെ ഹൈ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ തന്നെ മതി എങ്ങനെയാണ് ബാക്ടീരിയകൾക്ക് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് വന്നതെന്ന് മനസ്സിലാക്കാൻ. ഒരു ലൈഫ് ടൈമിൽ കൈവരിച്ച പ്ലാസ്മിഡ്സിനെ മൊത്തം സെൽ ഡ്യൂഷൻ വഴി ബാക്ടീരിയകൾ തങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നു. അതുമാത്രമല്ല ബാക്ടീരിയൽ സെല്ലുമായി കോൺടാക്ട് വരുന്ന മറ്റു ബാക്ടീരിയൽ സെല്ലുകൾക്കും അവ തങ്ങളുടെ ഈ പ്ലാസ്മിഡ്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. സാധാരണ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ചൈൽഡിനാണ് ജനറ്റിക് മെറ്റീരിയൽ കൈമാറുന്നതെങ്കിൽ ഈ കേസിൽ ബാക്ടീരിയ അതിന്റെ പാർട്ട്നേഴ്സിനാണ് കൈമാറുന്നത്. ഇതിനെയാണ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അങ്ങനെ കോളനിയിലെ എല്ലാ ബാക്ടീരിയകൾക്കും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് കൈവന്നു. ജോൺ നാഷ് പറഞ്ഞ പോലെ ദ ബെസ്റ്റ് റിസൾട്ട് വുഡ് കം ഫ്രം എവ്രിവൺ ഇൻ ദ ഗ്രൂപ്പ് ഡൂയിങ് വാട്ട്സ് ബെസ്റ്റ് ഫോർ ദെംസെൽവ്സ് ആൻഡ് ദ ഗ്രൂപ്പ്. ബാക്ടീരിയകൾക്ക് കൈവന്ന ഈ റെസിസ്റ്റൻസ് പല സ്പീഷീസിലും പല രീതിയിലാണ് പ്രകടമായത്. ചില ബാക്ടീരിയൽ സ്ട്രെയിൻസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്ത് തങ്ങളുടെ സെൽ വാളിന് ചുറ്റും അണിനിരത്തും. പെൻസിലിൻ സ്പെസിഫിക് ആയ പുതിയ എൻസൈംസ് പെൻസിലിനെ കണ്ടാൽ ഉടനെ തന്നെ സ്വയം ചെന്ന് അവയിൽ ബൈൻഡ് ചെയ്യുകയും സ്വയം ഇല്ലാതാകുന്നതിനോടൊപ്പം പെൻസിലിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു, ലൈക്ക് എ സൂയിസൈഡ് ബോംബർ. മറ്റു ചില സ്ട്രെയിൻസ് സ്റ്റാപ്ലർ എൻസൈംസിനെ കൂടുതൽ സ്പെസിഫിക് ആക്കി പെൻസിലിന്റെ എൻട്രി തടയുന്നു. ഇങ്ങനെ ഒട്ടേറെ ഡിഫൻസ് മെക്കാനിസംസ് പലതരം ബാക്ടീരിയകളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അവയിൽ ചില ബാക്ടീരിയൽ സ്ട്രെയിൻസ് മാത്രം ഒട്ടുമിക്ക എല്ലാ ആന്റിബയോട്ടിക്സിനെതിരെയും മേൽക്കോയ്മ നേടി. ഏറ്റവും വീര്യം കൂടിയ ആന്റിബയോട്ടിക്കുകൾ പോലും ഇന്നും അത്തരം ബാക്ടീരിയൽ സ്ട്രെയിൻസിന് മുന്നിൽ നിഷ്പ്രഭമാണ്. ഇത്തരം സ്പെഷ്യൽ ബാക്ടീരിയകളെയാണ് നമ്മൾ സൂപ്പർ ബഗ്സ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് MRSA ഇൻഫെക്ഷന് കാരണമായ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. മറ്റ് സൂപ്പർ ബഗുകളെ പോലെ തന്നെ ഇവയും കൂടുതലായി കാണപ്പെടുന്നത് ഹോസ്പിറ്റലുകളിലാണ്. ഹോസ്പിറ്റലിലോ? യെസ്, ഒട്ടുമിക്ക സൂപ്പർ ബഗുകളും ഉണ്ടാകുന്നത് വൃത്തിഹീനമായ ഹോസ്പിറ്റൽ അറ്റ്മോസ്ഫിയറുകളിലാണ്. ബിക്കോസ് ഹോസ്പിറ്റലുകളിലാണ് മനുഷ്യന്മാർ കണ്ടുപിടിച്ച മിക്കവാറും ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. പേഷ്യൻസിന്റെ എക്സ്ട്രിമെന്റ്സിലൂടെ പുറത്തു പോകുന്ന ആന്റിബയോട്ടിക്സ് അവിടെയുള്ള ബാക്ടീരിയൽ കോളനികളിൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നു. വൃത്തിഹീനമായ ഹോസ്പിറ്റൽ കണ്ടീഷൻസും അവിടുത്തെ കോമൺ ടോയ്ലറ്റ്സും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ സ്പീഡപ്പ് ചെയ്യുന്നു. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരുടെ മരണത്തിന് കാരണമാകുന്ന രോഗങ്ങളിൽ സൂപ്പർ ബഗ്സും സ്ഥാനം പിടിച്ചിരിക്കുന്നു. കണ്ടെയ്ൻ ചെയ്തില്ലെങ്കിൽ കോവിഡിനെ പോലെ നാശം വിതയ്ക്കാൻ പോകുന്ന ഒരു പാൻഡമിക് ആയി മാറാൻ സാധ്യതയുള്ള ഒന്നാണ് സൂപ്പർ ബഗ്സ്. ചില സൂപ്പർ ബഗ് റിലേറ്റഡ് രോഗങ്ങൾക്ക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഉണ്ടെങ്കിൽ പോലും അവയിൽ മിക്കതും അത്ര എഫക്റ്റീവ് അല്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ. സൂപ്പർ ബഗുകളെ തടയാൻ ശ്രമിക്കുന്ന ഒട്ടേറെ റിസർച്ചുകൾ ഇന്ന് നമ്മുടെ ലോകത്ത് നടക്കുന്നുണ്ട്. അവയിൽ മിക്കതും വിരൽ ചൂണ്ടുന്നത് ബാക്ടീരിയോഫേജ് എന്ന ഒരു ടൈപ്പ് വൈറസിലേക്കാണ്. ബാക്ടീരിയകളെ മാത്രം തിരഞ്ഞു പിടിച്ച് നശിപ്പിക്കുന്ന വൈറസുകളാണ് ബാക്ടീരിയോഫേജസ്. ശത്രുവിന് ശത്രു മിത്രമാണെന്നാണല്ലോ. എനിവേ, ബാക്ടീരിയോഫേജുകളെ പറ്റി മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്നും ആന്റിബയോട്ടിക്സിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉയർത്തുന്ന ഭീഷണികളെ പറ്റിയും നിങ്ങൾക്ക് ഏകദേശം ഐഡിയ ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ ബെല്ലൈക്കൺ അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.